സദസ്സിന് വന്ദനം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, അമ്മേ എന്നാദ്യം ഉച്ചരിച്ച ഭാഷ, മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ, അറിവിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഭാഷ, അതാണ് മാതൃഭാഷ. നമ്മുടെ മലയാളം മറ്റുള്ള അതെ, സ്വന്തം ഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മയായും കാണിക്കുന്ന ഈ വരികൾ മഹാകവി വള്ളത്തോൾ രചിച്ചതാണ്. മാതൃഭാഷയുടെ മധുരവും വാത്സല്യവും ആവോളം അനുഭവിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ മുൻ തലമുറക്കാർ. ലോകത്തിന്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും ജന്മനാടിന്റെ ഓർമ്മകളും കേരളത്തിന്റെ സാംസ്കാരിക തനിമയും നിലനിർത്താൻ മലയാളികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആ ജീവിതക്രമവും ചർച്ചകളും കേരള സമൂഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുകയും ലോക സമൂഹത്തിന്റെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. പക്ഷേ മാതൃഭാഷയ്ക്ക് ഇന്ന് മലയാളികൾ നൽകി വരുന്ന പരിഗണന ഏറെ ആശങ്കാജനകമാണെന്ന് അറിയാതെ വയ്യ. മക്കൾക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന മാതാപിതാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ജനിക്കുന്ന നിമിഷം തൊട്ട് ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി കുഞ്ഞു ഭാഷയുടെ വരികൾ മലയാളികളുടെ പൊങ്ങച്ചത്തെയും മിഥ്യാധാരണകളെയും ചൂണ്ടിക്കാണിക്കുന്നു. മാതൃഭാഷ പുത്തൻ തലമുറയിൽ കുട്ടികളിൽ വളർന്നു വരുന്നു. ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. ലോകത്ത് 3 കോടിയിലധികം ആളുകൾ മലയാളം സംസാരിക്കുന്നവരായുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന മലയാളത്തിന് സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ട്. ഹെർമൻ ഗുൺഗോൾഡ് എന്ന ജർമ്മൻ പാതിരിയാണ് ആദ്യമായി മലയാളികൾക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ കേരളവർമ്മ വലിയ എന്നിവ മലയാള സാഹിത്യത്തിന് ശക്തമായ അടിത്തറവാകി. ഒട്ടനവധി വാക്യങ്ങൾക്ക് വിധേയമായി ആധുനിക തലമുറയിൽ എത്തിനിൽക്കുമ്പോൾ ലോക സാഹിത്യത്തോട് തന്നെ മത്സരിക്കാൻ കഴിയുന്ന സാഹിത്യനിധികളും സാഹിത്യകാരന്മാരും സംഭാവന നൽകാൻ മലയാള ഭാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വർഷങ്ങളായി സമരം നടത്തി നേടിയെടുത്ത പദവിയും ഭരണഭാഷ കലാലയമാക്കാനുള്ള തീരുമാനവുമൊക്കെ പ്രതീക്ഷ പകരുമ്പോഴും തലമുറ മാതൃഭാഷയ്ക്ക് നേരെ പുറംതിരിയുന്ന കാഴ്ച വേദനാജനകമാണ്. ഇതിനെതിരെ ഏതെങ്കിലും സർക്കാരുകളുടെയോ എഴുത്തുകാരുടെയോ മാത്രം ബാധ്യതയല്ല. ലോകവിപണിയിൽ മത്സരിക്കാൻ മക്കളെ പ്രാപ്തരാക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതോടൊപ്പം അമ്മിന്റെ പാലിന്റെ മധുരം അമ്മ മലയാളം കുട്ടികളിലേക്ക് പകർന്നു നൽകണം. മാതൃഭാഷയിൽ കരയാൻ കഴിയുന്ന ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. അവർ മലയാളത്തിന്റെ മാധുര്യം നുകർന്ന് വളരട്ടെ. കുഞ്ഞുങ്ങളെ പോലെ മാതൃഭാഷയെ സ്നേഹിക്കുന്നവരായി മലയാളികൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.